കേരളം എക്കാലവും അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ് ഇവിടുത്തെ സാമൂഹിക നവോത്ഥാനം. ജാതി വിവേചനത്തിന്റെ മതിലുകൾ തകർത്ത് അടിച്ചമർത്തപ്പെട്ടവർക്ക് ക്ഷേത്രമുറ്റങ്ങളിലേക്ക് പ്രവേശനം സാധ്യമാക്കിയ നാട്. എന്നാൽ ആധുനിക കേരളത്തിൽ ഒരു ദളിത് യുവാവിന് ജോലി രാജിവെച്ച് പടിയിറങ്ങേണ്ടി വരുന്നത് നവോത്ഥാന കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രഹരമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ശാന്തിക്കാരനായ PR വിഷ്ണുവിന്റെ രാജി കേവലം ഒരു വ്യക്തിപരമായ തീരുമാനമല്ല, മറിച്ച് അത് നമ്മുടെ വ്യവസ്ഥിതിയിലെ ജാതി ചിന്തയുടെയും രാഷ്ട്രീയ ജീർണതയുടെയും ആഴത്തിലുള്ള വേരുകളെയാണ് തുറന്നുകാട്ടുന്നത്. ക്ഷേത്രമുറ്റത്തേക്ക് PSC പരീക്ഷയും കഠിനമായ ഇന്റർവ്യൂവും കടന്ന് പൂർണ്ണമായും മെറിറ്റിൽ നേടിയ PR വിഷ്ണു ദേവസ്വം ബോർഡിൽ ശാന്തിക്കാരനായി ജോലിയിൽ പ്രവേശിച്ചു. ശാസ്ത്രീയമായി പൂജാകർമ്മങ്ങൾ പഠിച്ചെടുത്തു. ഭക്തിയോടെ ഭഗവതിയെ സേവിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം പറവൂർ വാതുറക്കാവ് ക്ഷേത്രത്തിൽ ചാർജ് എടുത്തത്. എന്നാൽ വിഷ്ണുവിന്റെ ഈ യാത്രയ്ക്ക് വെറും 4 മാസത്തെ ആയുസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. കണ്ണീരോടെയും വലിയ ഭയത്തോടെയുമാണ് ആ യുവാവ് ഇന്ന് തന്റെ യൂണിഫോം അഴിച്ചുവെച്ചിരിക്കുന്നത്. തുടക്കം ജാതി അധിക്ഷേപത്തിലായിരുന്നു. തത്തപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ പകരക്കാരനായി ജോലിക്ക് പോയ 2024 നവംബർ 14-നാണ് വിഷ്ണുവിന്റെ ദുരനുഭവങ്ങൾ ആരംഭിക്കുന്നത്. അവിടെ ദർശനത്തിനെത്തിയ ഒരു വ്യക്തി വിഷ്ണുവിനോട് നേരിട്ട് ജാതി ചോദിക്കുകയും താഴ്ന്ന ജാതിക്കാരനായ ഒരാൾ പൂജ നടത്തുന്നതിനെ പരസ്യമായി ആക്ഷേപിക്കുകയും ചെയ്തു. ഈ ജാതിയിലുള്ള ആളെ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വിളിക്കരുത് എന്ന് മറ്റു ജീവനക്കാരുടെ മുന്നിൽ വെച്ച് അയാൾ ആക്രോശിച്ചു. വിഷ്ണു നൽകിയ പ്രസാദം സ്വീകരിക്കാൻ പോലും അയാൾ തയ്യാറായില്ല. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വിതച്ച സമത്വത്തിന്റെ വിത്തുകൾ മുളച്ച മണ്ണിലാണ് ഒരു മനുഷ്യൻ ഇന്നും തന്റെ ജാതിയുടെ പേരിൽ അപമാനിക്കപ്പെടുന്നത്. മനസ്സ് തകർന്നെങ്കിലും നിയമത്തിൽ വിശ്വസിച്ച വിഷ്ണു ഇതിനെതിരെ കോടതിയിൽ കേസ് നൽകി. എന്നാൽ ആ കേസ് വിഷ്ണുവിനെതിരെയുള്ള വലിയൊരു വേട്ടയാടലിന്റെ തുടക്കമാകുമെന്ന് അദ്ദേഹം കരുതിയിരുന്നില്ല. വാതുറക്കാവ് ക്ഷേത്രത്തിൽ ജോലിയിൽ പ്രവേശിച്ച വിഷ്ണുവിനെ കാത്തിരുന്നത് മറ്റൊരു വെല്ലുവിളിയായിരുന്നു. ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ ചാർത്തിയിരുന്ന മാലകൾ പരിശോധിച്ചപ്പോൾ അത് മുക്കുവണ്ടമാണെന്ന് വിഷ്ണുവിന് സംശയം തോന്നി. തട്ടാനെ വിളിച്ച് പരിശോധിച്ചപ്പോൾ സംശയം ശരിയാണെന്ന് തെളിഞ്ഞു. സത്യസന്ധനായ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ അദ്ദേഹം ഈ വിവരം അധികൃതരെ അറിയിക്കുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ക്ഷേത്രത്തിലെ അഴിമതി പുറത്തു കൊണ്ടുവന്ന വിഷ്ണുവിനെ അഭിനന്ദിക്കുന്നതിന് പകരം ദേവസ്വം ബോർഡിലെ ചില ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ യൂണിയനുകളും അദ്ദേഹത്തെ ശത്രുവായി പ്രഖ്യാപിച്ചു. സ്വർണമാലകൾ മുക്കുവണ്ടമാക്കി മാറ്റിയതിന് പിന്നിൽ പ്രവർത്തിച്ച വമ്പന്മാരെ രക്ഷിക്കാൻ വിഷ്ണുവിനെ ഒതുക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ഒടുവിൽ യൂണിയൻ ഇടപെട്ട് ആ കേസ് ഒതുക്കി തീർക്കുകയും വിഷ്ണുവിനെ ഒറ്റപ്പെടുത്തുകയും ചെയ്തു. വിഷ്ണുവിന്റെ വെളിപ്പെടുത്തലുകളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നത് രാഷ്ട്രീയ സംഘടനകളുടെ ഇടപെടലാണ്. പുരോഗമനം പറയുന്ന ഒരു പ്രമുഖ ഇടതുപക്ഷ സംഘടനയുടെ യൂണിയനിൽ ചേരാൻ വിഷ്ണുവിന് മേൽ സമ്മർദ്ദമുണ്ടായിരുന്നു. ഭീഷണിക്ക് വഴങ്ങാൻ തയ്യാറാകാത്ത വിഷ്ണുവിനെതിരെ വ്യാജ പരാതികൾ ചമയ്ക്കാനാണ് പിന്നീട് അവർ ശ്രമിച്ചത്. അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ വിളിച്ചു വരുത്തി വിഷ്ണുവിനെ മാനസികമായി പീഡിപ്പിച്ചു. ജാതി അധിക്ഷേപം നടത്തിയ ആൾക്കെതിരെയുള്ള കേസ് പിൻവലിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ വിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. നീതിക്ക് വേണ്ടി നിലകൊള്ളേണ്ട ഉദ്യോഗസ്ഥർ തന്നെ കുറ്റവാളികളെ സംരക്ഷിക്കാൻ കൂട്ടുനിൽക്കുന്നത് ജനാധിപത്യത്തിന് നാണക്കേടാണ്. കേസ് പിൻവലിക്കില്ലെന്ന് ഉറച്ച നിലപാടെടുത്തതോടെ വിഷ്ണുവിനെതിരെയുള്ള പീഡനങ്ങൾ വർദ്ധിച്ചു. പൂജാരിമാരുടെ പിന്തുണ വിഷ്ണുവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്ന മറ്റൊരു കാര്യമുണ്ട്. ജാതിയുടെ പേരിൽ വിഷ്ണു വേട്ടയാട്ടപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയത് ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നുള്ള പൂജാരിമാരാണ്. ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് എന്നെ കാണാതാകുമ്പോൾ എവിടെ വിഷ്ണു എന്ന് അന്വേഷിക്കുന്ന തിരുമേനിമാരുണ്ട് എന്ന് വിഷ്ണു കൃതജ്ഞതയോടെയും ഓർക്കുന്നുണ്ട്. ഇവിടെയാണ് കേരളത്തിലെ കപട പുരോഗമനവാദം പൊളിഞ്ഞു വീഴുന്നത്. ആചാരങ്ങളുടെയും ജാതിയുടെയും പേരിൽ മുൻവിധികൾ ഉണ്ടാകുമെന്ന് കരുതിയവർ വിഷ്ണുവിനെ ചേർത്ത് പിടിച്ചപ്പോൾ പുരോഗമനവും സമത്വവും പ്രസംഗിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ ആ യുവാവിനെ പുറത്താക്കാൻ കള്ളക്കളി നടത്തി. വോട്ട് ബാങ്ക് രാഷ്ട്രീയവും യൂണിയൻ ആധിപത്യവും എത്രത്തോളം മനുഷ്യവിരുദ്ധമാകാമെന്നതിന്റെ ഉദാഹരണമാണിത്. വിഷ്ണുവിന്റെ രാജി ഒരു തോൽവിയല്ല, മറിച്ച് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഓട്ടമാണ്. എനിക്ക് ഭയമുണ്ട് എന്ന് അദ്ദേഹം തുറന്നു പറയുന്നുണ്ട്. സ്വർണമാലകൾ മുക്കുവണ്ടമാണെന്ന് കണ്ടെത്തിയ വിഷ്ണുവിനെ നാളെ ഒരു കള്ളക്കേസിൽ കുടുക്കാൻ ഈ സംഘങ്ങൾക്ക് എളുപ്പമാണ്. ക്ഷേത്രത്തിലെ സ്വർണം മോഷണം പോയി എന്ന് പരാതി നൽകുകയും അതൊരു ദളിത് ശാന്തിക്കാരന്റെ മേൽ കെട്ടിവെക്കുകയും ചെയ്താൽ സമൂഹം അത് എളുപ്പത്തിൽ വിശ്വസിച്ചേക്കാം എന്ന ബോധ്യം വിഷ്ണുവിനുണ്ട്. തന്റെ മാനം കാക്കാനും ഭാവി നശിപ്പിക്കാതിരിക്കാനും ഒരു കള്ളക്കേസിൽ പ്രതിയാക്കുന്നതിനേക്കാൾ നല്ലത് ആത്മഗൗരവത്തോടെ ജോലി ഉപേക്ഷിക്കുന്നതാണെന്നും വിഷ്ണു തീരുമാനിച്ചു. ആ ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് മുക്കുപണ്ടം കേസിൽ ഞാൻ രക്ഷപ്പെട്ടത്. ഇനിയും അവിടെ തുടർന്നാൽ എന്റെ ജീവിതം അവർ നശിപ്പിക്കുമെന്ന വിഷ്ണുവിന്റെ വാക്കുകൾ ഓരോ മലയാളിയിലും വേദനയുണ്ടാക്കുന്നതാണ്. PR വിഷ്ണുവിന്റെ അനുഭവം കേരളത്തിലെ ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങളും ദേവസ്വം ബോർഡ് നൽകുന്ന ഉറപ്പുകൾ വെറും ജലരേഖയാണെന്ന് ഇത് തെളിയിക്കുന്നുമുണ്ട്. ഒരു ദളിത് യുവാവ് മെറിറ്റിൽ ജോലി നേടിയാലും അയാൾക്ക് മാന്യമായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയില്ല.
ജാതിയും രാഷ്ട്രീയവും ചേർന്നൊരുക്കുന്ന ചക്രവ്യൂഹത്തിൽപ്പെട്ട് അയാൾക്ക് വീർപ്പ് മുട്ടേണ്ടി വരുന്നുണ്ട്. ഭരണകൂടവും ദേവസ്വം ബോർഡും ഈ വിഷയത്തിൽ നിശബ്ദത പാലിക്കുന്നത് കുറ്റകരമാണ്. വിഷ്ണുവിനെ മാനസികമായി പീഡിപ്പിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയ യൂണിയൻ നേതാക്കൾക്കെതിരെയും കർശനമായ നടപടി ഉണ്ടാവേണ്ടതുണ്ട്. അല്ലാത്തപക്ഷം ദളിത് ശാന്തി എന്നത് വെറും പ്രദർശന വസ്തുവായി മാത്രം അവശേഷിക്കും. വിഷ്ണു പടിയിറങ്ങുന്നത് ഒറ്റയ്ക്കല്ല. നവോത്ഥാന കേരളം കെട്ടിപ്പൊക്കിയ വലിയൊരു മിഥ്യാബോധം കൂടിയാണ് അവിടെ തകരുന്നത്. യോഗ്യതയുണ്ടായിട്ടും ജാതിയുടെയും അഴിമതിക്കെതിരായ നിലപാടിന്റെയും പേരിൽ ഒരു യുവാവിന്റെ ഉപജീവന മാർഗം ഉപേക്ഷിക്കേണ്ടി വരുന്നത് ഒരു ജനതയുടെ പരാജയമാണ്. വിഷ്ണുവിന് നീതി ലഭിക്കണം. അദ്ദേഹത്തിന് വേട്ടയാടിയവർ നിയമത്തിന് മുന്നിൽ വരണം. എങ്കിൽ മാത്രമേ കേരളത്തിന് ഇനി നെഞ്ചുവിരിച്ച് പ്രബുദ്ധതയെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയുള്ളൂ.